ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ ഷോപ്പിലേക്ക് ശരിയാക്കാൻ വന്ന ഫോണ് വിവോ T3 ലൈറ്റ് 5G എന്നൊരു മോഡലാണ്. സോ നമുക്ക് എങ്ങനെ അതിൻ്റെ ഡിസ്പ്ലേ എളുപ്പത്തിൽ മാറ്റാം എന്നാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. കുറച്ച് ദിവസം ഫാമിലി ഇഷ്യൂ ആയത് കാരണം വീഡിയോ ഉണ്ടാക്കാൻ പറ്റില്ല. സോ നമുക്കിനി ഇതിൻ്റെ ഡിസ്പ്ലേ എങ്ങനെ എളുപ്പത്തിൽ മാറ്റാം എന്ന് നോക്കാം. ഏറ്റവും ആദ്യം നമുക്ക് സ്ക്രൂ കാര്യങ്ങൾ മൊത്തം റിമൂവ് ചെയ്യണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് നോക്കാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഓക്കെ. സോ നമ്മൾ ഏകദേശം അതിൻ്റെ സ്ക്രൂ കാര്യമെല്ലാം റിമൂവ് ആക്കിയിട്ടുണ്ട്. ഡിസ്പ്ലേ നല്ലോണം ബ്രോക്കൺ ആയിട്ടുണ്ട്. ഇതിൽ തന്നെ കാണാം ഫുള്ള് ലൈനായിട്ട് വന്നിട്ടുണ്ട്. സോ ഇനി സ്ക്രൂ കാര്യങ്ങൾ റിമൂവ് ചെയ്തതിന് ശേഷം അതിൻ്റെ മിഡിലുള്ള ഫ്രെയിമും കാര്യങ്ങളും നേരമ്പിൽ റിമൂവ് ചെയ്യാൻ നോക്കുക. ഇതിൻ്റെ അടിയിൽ ഒരു ഫിംഗർ വരുന്നുണ്ട് സൈഡിൽ. സോ നമ്മൾ ആദ്യം മേലത്തെ സാധനം എടുത്തതിന് ശേഷം ഫിംഗർ റിമൂവ് ചെയ്യാൻ നോക്കുക. സോ അങ്ങനെ നമ്മൾ മൊത്തം റിമൂവ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്ററിയൊക്കെ റിമൂവ് ചെയ്തിട്ട് ഡിസ്പ്ലേ കാര്യങ്ങൾ പൊട്ടിയ സാധനങ്ങൾ റിമൂവ് ചെയ്തിട്ട് മൊത്തം ക്ലീൻ ചെയ്യാൻ വേണ്ടി നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മാറ്റാം, വലിയ റിസ്ക് ഒന്നും ഇല്ലാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ട് ഓരോ സെക്ഷനിൽ എന്താ ചെയ്യേണ്ടത് നോക്കിയിട്ട് മാറ്റാൻ നോക്കിയാൽ മതി. സോ അങ്ങനെ നമ്മൾ അതിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ ബാറ്ററി നല്ല ടൈറ്റ് ഉണ്ടാവും, കാരണം പുതിയ മോഡലായതുകൊണ്ട് കമ്പനി ഫിക്സിങ് ആകുമ്പോൾ അല്ലെങ്കിലും നല്ല ടൈറ്റ് ആവും. സോ അങ്ങനെ ഫൈനലി നമ്മൾ ബാറ്ററി മൊത്തം റിമൂവ് ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് മൊത്തം മിഡിൽ ഫ്രെയിം ക്ലീൻ ചെയ്യാം. ബ്ലേഡ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ സൈഡിലുള്ള പ്ലാസ്റ്റിക്കും കാര്യങ്ങളും റിമൂവ് ചെയ്യാൻ നോക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്കിനി ബാറ്ററി ഫിക്സ് ചെയ്യുമ്പോൾ വളരെ സീറ്റിംഗ് ആയിട്ട് ഇരിക്കും, അല്ലെങ്കിൽ സാധനം ചെറിയൊരു പൊന്തിക്കലുണ്ടാവും. സോ നമ്മൾ അങ്ങനെ ഏകദേശം എല്ലാം കഴിഞ്ഞ് ബ്ലേഡ് കൊണ്ട് അതിൻ്റെ 4 സൈഡിലുള്ള പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാം. സോ അങ്ങനെ ആ പ്ലാസ്റ്റിക് നമ്മൾ റിമൂവ് ചെയ്തു. കമ്പനി ഫിക്സിങ് ആകുമ്പോൾ ചെറിയൊരു ടൈറ്റ് ഉണ്ടാവലുണ്ട് സംഭവം. പിന്നെ ബാറ്ററി ഒക്കെ എടുക്കുമ്പോൾ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് എടുക്കാം, ഒരു വലിയ റിസ്ക് ഒന്നും ഇല്ലാതെ. സോ നമ്മൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മിഡിൽ ഫ്രെയിം ചെക്ക് ചെയ്യല്ല, മൊത്തം ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തതിന് ശേഷം ഡിസ്പ്ലേ ഫിറ്റ് ചെയ്യാം. സോ സ്റ്റാർട്ട് ചെയ്യാം.
മിഡിൽ ഫ്രെയിം മൊത്തം ക്ലീൻ ചെയ്തതിന് ശേഷം ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തു. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റിന് ശേഷമാണ് നമ്മൾ ഇത് ഫിറ്റ് ചെയ്ത ഡിസ്പ്ലേ മൊത്തം എടുക്കുന്നത്. സോ ഇതിനെടുത്തതിന് ശേഷം ഡിസ്പ്ലേ മൊത്തം പാക്ക് ചെയ്യാം. ഓൾറെഡി ഞാൻ ചെക്ക് ചെയ്തായതുകൊണ്ട് വേറെ വീണ്ടും ചെക്ക് ചെയ്യേണ്ട ആവശ്യം വന്നില്ല, ഡയറക്റ്റ് ഫിറ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. സോ നമുക്കിനി മൊത്തം പാക്ക് ചെയ്തിട്ട് ഡിസ്പ്ലേ എങ്ങനെയുണ്ട് എന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ പാക്കാം. നമ്മൾ റിമൂവ് ചെയ്ത അതേപോലെ തന്നെയാണ് ഫിക്സിങ്ങും കാര്യങ്ങളൊക്കെ. മെയിനായിട്ട് നോക്കേണ്ടത് നമ്മൾ ഫിംഗർ ആദ്യം ഇട്ടതിന് ശേഷം പിന്നെ അതിൻ്റെ മേലെ ആ സംഭവം പറയുമ്പോൾ ആ ഫിംഗറിൻ്റെ മേലെ വരുന്ന സപ്പോർട്ടിങ് പാനൽ ഇട്ടതിന് ശേഷം മൊത്തം നമുക്ക് സ്ക്രൂ ചെയ്യാം. സ്ക്രൂ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചെക്ക് ചെയ്യാം. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ് നമ്മളിതിൽ ഇട്ടിട്ടുള്ളത്. സോ നമുക്കിതിൻ്റെ സ്ക്രൂയും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ഫോൺ മൊത്തം ഓണായിട്ടുണ്ട്. വിവോ 5G. സോ നമ്മൾ മൊത്തം നേരം പോലെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. എല്ലാം പാക്കിങ്ങും കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. വിവോ 18 5G എന്നൊരു മോഡൽ തന്നെയാണ് ഈ ഫോൺ നമ്മൾ ശരിയാക്കിയത്. സോ നമ്മൾ മൊത്തം പാക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് റബ്ബറും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ ബാക്കൊക്കെ ഒന്ന് ഫിക്സ് ആകാൻ വേണ്ടി കുറച്ച് നേരത്തേക്ക് വിടുക. സോ ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ തന്നെ വിവോയുടെ കോംബോ നമുക്ക് മാറ്റാം. സോ താങ്ക് യു ആൻഡ് സപ്പോർട്ട്.